ഗുരുദേവ കൃതികളിൽ വളരെ പ്രാധാന്യമുള്ള നിരവധി വ്യാഖ്യാനങ്ങൾക്കും ചർച്ചകൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുന്ന കൃതിയാണ് ആത്മോപദേശ ശതകം. 25ലധികം വ്യാഖ്യാനങ്ങൾ ഈ കൃതിക്കുണ്ടായിരിക്കുന്നു. ഗുരു തന്നെ ഈ കൃതി വായിച്ചു കേട്ട് തിരുത്തലുകൾ വരുത്തി പുനഃപ്രസിദ്ധീകരിച്ചു എന്നറിയുമ്പോൾ തന്നെ ഈ കൃതിയുടെ പ്രാധാന്യം എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആത്മാവിനെ സംബന്ധിക്കുന്ന ഉപദേശമാണ് ആത്മോപദേശം. എന്താണ് ആത്മാവ്? എന്നിലെ, നിങ്ങളിലെ ഞാനിനെ പറയുന്ന വാക്കാണ് ആത്മാവ്. ഞാൻ എന്നിനെ പൂർണ്ണമായി അറിയുന്നതാണ് ആത്മജ്ഞാനം. അങ്ങനെ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അറിയുമ്പോൾ തെളിഞ്ഞു കിട്ടുന്ന അറിവാണ് ഞാൻ എന്നത് എൻ്റെ ശരീരമല്ല, ഈ പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്ന കരുവിൻ്റെ ഒരംശമാണെന്നുള്ളത്. അങ്ങനെ അന്വേഷിച്ചറിയുമ്പോൾ ബോധ്യമാകുന്ന ഒന്നാണ് ഞാനെന്ന ഉണ്മയും ഈ പ്രപഞ്ചത്തിലുള്ള ആകെ ഉണ്മയും രണ്ടല്ലെന്നും അതിലൂടെ അനുഭവവേദ്യമാകുന്നതിനെയാണ് അദ്വൈതാനുഭൂതി എന്ന് പറയുന്നതും. ഇങ്ങനെ കിട്ടുന്ന അനുഭൂതി കൊണ്ട് എനിക്ക് ഞാനായി ജീവിക്കാം. മാത്രവുമല്ല, ഞാൻ ആരാണെന്ന് പൂർണ്ണമായി അറിയുമ്പോൾ എനിക്ക് ഞാനായി ജീവിക്കുന്നത് എളുപ്പമായി തീരുകയും ചെയ്യും. നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ അത് സാധ്യമാകും. ഞാൻ ആരാണെന്നറിഞ്ഞവന് തന്നിൽ നിന്നും ഒന്നും അന്യമല്ലെന്നുള്ള ബോധ്യമുണ്ടാകും. ഇത് മനസ്സിലാക്കി ആത്മസാക്ഷാത്കാരം നേടിയ ഋഷിവര്യന്റെ അകതാരിൽ നിന്നും ഉതിർന്നുവെന്ന അമൂല്യനിധിയാണ് 100 മുത്തുമണികൾ കോർത്തുവെച്ചുള്ള ഈ മഹനീയ കൃതി. ഗുരുതുല്യനായ ഷൗക്കയിൽ നിന്നും മനസ്സിലാക്കിയ ആത്മോപദേശ ശതകത്തിലേക്ക് ആത്മസഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുവന്റെ എളിയ ശ്രമമാണ് ഈ സംഗീതാവിഷ്കാരം. 10 ശ്ലോകങ്ങൾ വീതമുള്ള 10 വാല്യമായി ഈ മഹനീയ കൃതിയിലൂടെ കടന്നുപോകാമെന്ന് കരുതുന്നു. ഈ ചെറിയ ഉദ്യമത്തിന് എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകുമെന്ന പ്രാർത്ഥനയോടെ. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നൊരുവിലും ഒത്തുപുറത്തും ഉജ്വലിക്കും. കരുവിന് കണ്ണുകളഞ്ചുമുള്ളടക്കി തെരുതെരെ വീണുവണങ്ങി ഓതിടേണം. യാതൊരു പൊരുളാണോ അറിവായും അറിയുന്നവനായും അറിയപ്പെടുന്നതായും വിളങ്ങുന്നത്, അതിനെ സമർപ്പിത ഹൃദയത്തോടെ ധാരമുറിയാതെ ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. കരണവുമിന്ദ്രിയവും കളേബരം തൊട്ടറിയും അനേക ജഗത്തും ഓർക്കിലെല്ലാം പരവെളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ് തിരഞ്ഞു തേറിടേണം. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം തുടങ്ങിയ അന്ധഃകരണങ്ങളും ഇന്ദ്രിയങ്ങളും ശരീരം തുടങ്ങി എല്ലാ വിഷയപ്രപഞ്ചങ്ങളും സൂക്ഷ്മമായി മനസ്സിലാക്കുകയാണെങ്കിൽ ചിതാകാശത്തിൽ ഉദിച്ചു നിൽക്കുന്ന ആത്മസൂര്യന്റെ ശുദ്ധരൂപങ്ങളാണ്. ധ്യാനാത്മകമായി അന്വേഷിച്ചനുഭവിക്കണം. വെളിയിലിരുന്നു വിവർത്തമിങ്ങു കാണും വെളിമുതലായ വിഭൂതിയഞ്ചുമോർത്താൽ ജലനിധി തന്നിലുയർന്നിടും തരംഗാവലിയതുപോലെ അഭേദമായി വരേണം. വെളിയിലിരിക്കുന്നത് പോലെ വിവർത്ത രൂപത്തിൽ നാം കാണുന്ന ആകാശം മുതലായ 5 ഭൂതങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ കടലിൽ ഉണ്ടായി മറയുന്ന തിരകൾ എങ്ങനെ കടലിൽ നിന്നും അന്യമല്ലാതായിരിക്കുന്നുവോ അതുപോലെ അഭേദമായി അനുഭവമാകും. അറിവുമറിഞ്ഞിടുമർത്ഥവും പുമാൻ തന്നറിവും ഒരാദി മഹസ്സുമാത്രമാകും. വിരളത വിട്ട് വിളങ്ങും അമ്മഹത്താം അറിവിൽ അമർന്ന്
അതുമാത്രമായിടേണം. ജ്ഞാനവും ജ്ഞേയവും ജ്ഞാതാവും ഒരേയൊരു ആദിമമായ ജ്യോതിസ് മാത്രമാണ്. എങ്ങും നിറഞ്ഞു പ്രകാശിക്കുന്ന ആ മഹത്തായ ആത്മസത്തയിൽ വിലയിച്ച് അതുമാത്രമായി തീരണം. ഉലകരുറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും. വിലമതിയാതെ വിളക്ക് ഉദിക്കയും പിൻ പൊലികയും ഇല്ല. ഇതു കണ്ടുപോയിടേണം. ജനങ്ങൾ ഉറങ്ങുകയും ഉണരുകയും പല പല ചിന്തകളിൽ വ്യാപരിക്കുകയും ചെയ്യുന്നു. ഈ വ്യാപാരങ്ങളെയെല്ലാം ഒറ്റുപാർത്തുകൊണ്ടിരിക്കുന്ന അമൂല്യമായ ദീപം ഒരിക്കലും ഉദിക്കുകയോ അണയുകയോ ചെയ്യുന്നില്ല. അതറിഞ്ഞു ജീവിക്കണം. ഉണരണം, ഇനി ഉറങ്ങണം. ഭുജിച്ചീടണമശനം പുണരേണം എന്നിവണ്ണം. അണയുമനേക വികൽപ്പം ആകയാൽ ആരുണരുവതുള്ളൊരു നിർവികാര രൂപം. ഉണരണം, ഉറങ്ങണം, ഭുജിക്കണം, ഇണചേരണം എന്നിങ്ങനെയുള്ള അനേകം താൽപ്പര്യങ്ങൾ ഉണർന്നുവരും. അതുകൊണ്ട് മാറ്റമില്ലാതിരിക്കുന്ന രൂപത്തെ ആരും ഉണർന്നറിയുന്നില്ലല്ലോ. ഉണരരുതിനി ഉറങ്ങിടാതിരുന്നീടണം അറിവായി. ഇതിനിന്ന് അയോഗ്യനെന്നാൽ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം. അറിവിൽ നിന്നുണരുകയോ ഉറങ്ങിപ്പോകുകയോ അരുത്. അതിനാവുന്നില്ലെങ്കിൽ ജനനമരണങ്ങളില്ലാത്ത വിധം ഉള്ളുണർന്നവരുടെ സാന്നിധ്യത്തിൽ ഹൃദയമർപ്പിച്ചു കഴിയണം. ഒളിമുതലാം പഴമഞ്ചുമുണ്ടു നാറും നളികയിലേറി നയനമാറിയാടും കിളികളെ അഞ്ചും അരിഞ്ഞു കീഴ്മറിക്കും വെളിയൊരു വേന്തിയകം വിളങ്ങിടേണം. ഈ നാറുന്ന ശരീരത്തിലിരുന്നു കൊണ്ട് രൂപം, രസം, ഗന്ധം, സ്പർശം, ശബ്ദം എന്നീ 5 പഴങ്ങളും ഭുജിച്ച് ഇഷ്ടാനുസരണം മാറി മാറി കളിക്കുന്ന 5 ഇന്ദ്രിയങ്ങളെയും വരുതിയിലാക്കുന്ന വിവേക സ്വരൂപത്തെ പ്രാപിച്ച് അകം വിളങ്ങണം. ഇരുപുറവും വരുമാരവസ്ഥയെ പൂത്ത് ഒരു കൊടി വന്നു പടർന്നുയർന്നുമേവും തരുവിനടിക്കു തപസ്സു ചെയ്തു വാഴും നരനു വരാ നരകം നിനച്ചിടേണം. അനേക തരത്തിലുള്ള അവസ്ഥകളാൽ പുഷ്പിതമായ ഒരു വള്ളിച്ചെടി ഒരു മരത്തിനു ചുറ്റും പടർന്നു പന്തലിച്ചു നിൽക്കുന്നു. ആ മരത്തിനു ചുവട്ടിൽ ധ്യാനനിരതനായി കഴിയുന്ന മനുഷ്യനെ നരകം ആവേശിക്കുകയില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇരുളിലിരിപ്പവനാര് ചൊൽക നീ എന്നൊരുവൻ ഉറപ്പതു കേട്ടു
താനുമേവം അറിവതിനായി അവനോട് നീയും ആരെന്നരുളും ഇതിൻ പ്രതിവാക്യം ഏകമാകും. ഇരുട്ടിലിരിക്കുന്നത് ആരാണ് എന്ന് ഒരാൾ ചോദിക്കുന്നത് കേട്ടിട്ട് ഇരുട്ടിലിരിക്കുന്നവൻ ആരാണ് ചോദിച്ചതെന്നറിയാനായി നീ ആരാണ് എന്ന് തിരിച്ചു ചോദിക്കും. രണ്ടുപേരുടെയും ഉത്തരം ഞാൻ എന്നു തന്നെയായിരിക്കും.